ഹലോ, ഇതാ അടുപ്പത്ത് കടുക് പൊട്ടാനെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്നാ ചായൻ്റെ പലഹാരമാക്കുന്ന അറിയുന്നു ഗോതമ്പ് തരി ഉപ്മാവാക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളിയും പച്ചപ്പറങ്കിയും കറിവേപ്പിലെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാൻ. വേഗം വഴറ്റി കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഇത് നല്ല വഴറ്റി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഗോതമ്പ് തരി ഉപ്മാവാക്കാന്ന് വെച്ച് കുറേ ദിവസമായി ഗോതമ്പ് തരി ഉപ്മാവാക്കിയിട്ട് അപ്പോൾ പഴം പഴുത്തിട്ടുണ്ട്, ഒരു ചെറിയ കൊല പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടി തിന്നാലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ചെറിയ കൊല നമ്മൾ നല്ല അടിപൊളി കൊലയാണ് കേട്ടോ, പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉപ്മാവിന് പിന്നെ വേറെ കറിയൊന്നും വേണ്ടല്ലോ, പഴവും കൂട്ടി തിന്നാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഇത് വെള്ളം ഇവിടെ നല്ലോണം തിളച്ച് ഉള്ളി വാട്ടിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തില്ല, നല്ലോണം തിളച്ച് നമ്മളിതാ ഗോതമ്പ് തരി ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് തരി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ചെറിയ തീയിലാടെ അടച്ച് വെക്കാം. പിന്നെ എല്ലാം യോജിച്ച് വെള്ളമെല്ലാം വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ വെള്ളമെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇളക്കി യോജിപ്പിച്ച് നല്ല ഇങ്ങനെ എന്താ പറയണ്ട എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ തട്ടി വെക്കുക. എന്നിട്ടാകുമ്പോൾ ഒന്നും കൂടി അടച്ച് വെച്ച് വെള്ളം ലേശം കൂടെ വറ്റിയിട്ടാകുമ്പോൾ നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെ ഇതാ വെള്ളമെല്ലാം വറ്റി അടിപൊളി ഉപ്മാവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇത് തട്ടിക്കൂട്ടി ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ പിന്നെ നല്ല അടിപൊളി ഉപ്മാവായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെയല്ല ഇത് ഇളക്കി ഒന്നും കൂടെ യോജിപ്പിച്ച് വെക്കട്ട്. ഇനി അടച്ച് വെക്കാം. അങ്ങനെ നമ്മളിതാ ഉപ്മാവ് അടിപൊളി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്മാവും പഴവാൻ നിന്ന് ചായക്ക് പലഹാരം. അപ്പോൾ ഉപ്മാവ് തിന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്